ഹലോ ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഓട്ടോമോട്ടീവ്. ഇന്ന് നമുക്ക് വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ വെച്ച് ഒരു ആംബിയന്റ് ലൈറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു USB കേബിളും ഒരു LED ആണ്. ഇതൊരു പഴയ USB കേബിളാണ്, ഇപ്പോൾ യൂസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പിന്നെ ഒരു LED ബൾബാണ്, അതെനിക്കൊരു എൻ്റെ മകൻ്റെ ഒരു ബ്രോക്കൺ ടോയിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്, LED ബൾബ്. അപ്പോൾ രണ്ട് സാധനങ്ങൾ വാങ്ങിയല്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമുക്ക് USB-യുടെ ഈ വലിയ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ചാർജറിലേക്ക് പോകുന്ന ആ ഭാഗം നമുക്ക് ഒരു 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയർ സ്പ്ലൈസ് ചെയ്തിട്ട്, ഇൻസുലേഷൻ സ്പ്ലൈസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആ കേബിൾ പുറത്തെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കേബിൾ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം ഒരു 4 വയേഴ്സ് ഉണ്ടാവും. ഒരു റെഡും ബ്ലാക്കും, ഒരു ഗ്രീനും വൈറ്റും. അപ്പോൾ ഗ്രീനും വൈറ്റും നമുക്ക് ആവശ്യമില്ല, അത് ഡേറ്റ ട്രാൻസ്ഫറിനുള്ളതാണ്, നമുക്കതിന് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് പവർ കേബിൾ മാത്രമാണ്, അതായത് റെഡും ബ്ലാക്കും. ഗ്രീനും വൈറ്റും നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളത് ഈ റെഡും ബ്ലാക്കും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് LED നമുക്ക് ഈ ഒരു കേബിളിലേക്ക് കണക്ട് ചെയ്യാം, USB-യിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വയറൊന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് പിരിച്ച് വെച്ചിട്ടേ ഉള്ളൂ 2 ലെഗിലായിട്ട്. അപ്പോൾ അത് ഞാൻ സോൾഡർ ചെയ്യുന്നുണ്ട്. സോൾഡറിങ് ഇല്ലാത്തവർ നന്നായിട്ട് പിരിച്ചിട്ട്, അതായത് നന്നായിട്ട് കണക്ട് ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചിട്ട് ഇൻസുലേഷൻ ചെയ്താലും മതി. അപ്പോൾ സോൾഡറിങ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സോൾഡർ ചെയ്തത്. സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും, കണക്ഷൻസ് എല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെഗും ഇൻസുലേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ വയേഴ്സൊക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കൽ ടേപ്പ് ഇട്ടിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് വൈറ്റ്, ഒന്ന് റെഡ് ആൻഡ് ബ്ലൂ. അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ ടേപ്പ് ഇട്ട് റാപ്പ് ചെയ്യുന്നതിന് പകരം എനിക്കിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. അത് ടോയിഡോ മറ്റോ പീസാണിത്. അപ്പോൾ ഞാനിതിവിടെ റീയൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ LED-യുടെ വയറും വയർ കണക്ഷനും ഒന്നും ഇപ്പോൾ കാണില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 2 ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 പീസ് ഭാഗ്യവശാൽ കിട്ടി. അപ്പോൾ 2 ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ റെഡ് ആൻഡ് ബ്ലൂ LED ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് USB പോർട്ട്. USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. ബൂം. ഇതാണ് ഇതിൻ്റെ രാവിലത്തെ ലുക്ക്. രാവിലത്തെ ഇതാണ് ലുക്ക്. നമ്മുടെ ഡാഷ്ബോർഡിലേക്കൊക്കെ വെളിച്ചം പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വൈറ്റും കൂടെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതാണ് വൈറ്റ്. അപ്പോൾ ഞാൻ ഈ ഗ്ലോ ബോക്സിനുള്ളിൽ നമ്മുടെ വൈറ്റ് LED ഗ്ലോ ബോക്സിനുള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ 2 USB പോർട്ട് ഉണ്ട്. അതായത് ഹെഡ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഒന്നിൽ ഞാൻ പെൻഡ്രൈവ് കുത്തിയിട്ടുണ്ട്, ഒന്നിൽ നമ്മുടെ ആംബിയൻ ലൈറ്റ് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് രാത്രി ഒന്നുകൂടെ ചെക്ക് ചെയ്യാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇത് ഹെഡ് യൂണിറ്റ് ഓഫ് ആവുന്ന കൂട്ടത്തിൽ തന്നെ USB-യുടെ പവർ ഓഫ് ആവും. അപ്പോൾ രാത്രി നമുക്ക് ലൈറ്റ്സും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ റെഡ് ആൻഡ് ബ്ലൂ LED ലുക്ക്. ഒരുപാട് ഡിസ്ട്രാക്റ്റിംഗ് ഒന്നുമല്ല, നമ്മുടെ കണ്ണിലേക്കൊന്നും അടിക്കൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഗിയർ ലിവറും കൺസോളും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റപ്പ് ആവും, ആ ഏരിയ ഒന്ന് ലൈറ്റപ്പ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഡ്യുവൽ കളർ LED വെച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സിംഗിൾ കളർ യൂസ് ചെയ്യാം, ബ്ലൂവോ റെഡോ ഇഷ്ടമുള്ള സിംഗിൾ കളർ യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് ഗ്ലെയറേ അടിക്കുന്നുള്ളൂ. റൂഫിലേക്കൊക്കെ ചെറിയൊരു ബ്ലൂ റെഡ് എഫക്റ്റേ വരുന്നുള്ളൂ. ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് ഇത്ര എക്സാജറേറ്റ് ആയിട്ട് കാണുന്നത്. ഞാൻ ഗ്ലൗ ബോക്സിനുള്ളിലെ വൈറ്റ് LED മാറ്റിയിട്ട് റെഡ് ആൻഡ് ബ്ലൂ LED ആക്കിയിട്ടുണ്ട്. എനിക്കെന്തോ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയതാണ്. റെഡ് ആൻഡ് ബ്ലൂ LED ആക്കി വൈറ്റ് LED മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.